ഉപ്പയും ഉമ്മയും വാർദ്ധക്യകാലത്ത് തന്റെ വീട്ടിൽ കതച്ചും കുറച്ചും ഇരിക്കുമ്പോൾ അവരുടെ പരിചരിച്ച് അവരുടെ സ്നേഹം സമ്പാദിച്ച് അവരെ പരിലാളിച്ച് ജീവിക്കാൻ തയ്യാറില്ലാതെ സ്വന്തം കാര്യവുമായി സ്വന്തം പെണ്ണിന്റെ പിന്നാലെ ഉപ്പയെയും ഉമ്മയെയും അവഗണിച്ചു പോകുന്ന അവർക്ക് മൂക്കുകുത്തിച്ചാവുകയാണ് നല്ലത്. അവർക്കൊരിക്കലും ദുനിയാവിൽ നല്ലൊരു ജീവിതമില്ല, പരലോകത്ത് ഒന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. സഹോദരന്മാരെ, കുടുംബജീവിതത്തിന്റെ തുടക്കം വൈവാഹികതയിൽ കൂടിയാണ്. അവിടെ പണത്തിന്റെ ആഭരണത്തിന്റെ ഒരവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. ഇന്നത്തെ ഒരു ദുരന്തം അതുമാത്രമാണ്. പണം കിട്ടിയാൽ പശുവിനെയാണെങ്കിലും വിവാഹം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന കാലക്കണന്മാരായ ചെറുപ്പക്കാരും അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കളുമാണ് ഇവിടെയുള്ളത്. കാരണം ചിന്തിക്കുന്ന പലരും പറയുന്നു, ഒരു അന്ധവിശ്വാസിനിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവളെ നമുക്ക് നന്നാക്കിയെടുക്കാം, അവളെ നമുക്ക് സത്യവിശ്വാസിനിയാക്കിയെടുക്കാം, അവളെ നമുക്ക് ഇസ്ലാഹിയത്താക്കി മാറ്റിയെടുക്കാം. എന്താ ഇതിന്റെ ഒരു തന്ത്രമെന്നറിയാമോ? അന്ധവിശ്വാസിനികളെ തേടി നടക്കുന്നത്, ദീനില്ലാത്തവരെ തേടി നടക്കുന്നത് അവർക്ക് ദീനുണ്ടാക്കാനല്ല, പിന്നെ പണത്തിനു വേണ്ടിയാണ്. ഇങ്ങനെ പണത്തിനു വേണ്ടി ധർമ്മമുള്ള നല്ലവരായ മുജാഹിദത്തുകളായ പെൺകുട്ടികളെ വിട്ട് ആരാന്റെ പിന്നാലെ പോകുന്നവൻ നാളെ പറയും, പശുവിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ആഭരണവും പണവും കിട്ടുമെങ്കിൽ പശുവിനെ എനിക്ക് മനുഷ്യനാക്കി മാറ്റാമല്ലോ എന്ന് ചിന്തിക്കാൻ മടിക്കുകയില്ല ഈ കഴുകന്മാർ. ഈ സ്ത്രീധനത്തിന്റെയും ഈ പണ്ടത്തിന്റെയും മഹാദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടത്. ആ നിലക്ക് സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കുക, ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി സാർ ഇവിടെ, ചെന്നിത്തല സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മോട് പ്രാർത്ഥിക്കാൻ, ഈ സമ്മേളനത്തിന്റെ ഒരു മാസം മുമ്പ് മുതൽ നമുക്ക് പണം തന്നും അധ്വാനിച്ചും മക്കളെ അയച്ച് വളണ്ടിയർമാരാക്കി അയച്ചും നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയാതിരിക്കുന്നുണ്ട്. കോമുഹാജിയെ പോലെയുള്ള, മങ്ങാട്ട് കോമുഹാജിയെ പോലെയുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ അതിദാരുണമായ രോഗനില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സ്ഥലം ഇത്രയും വിശാലമായ, ആരുടെയും കണ്ണിൽപ്പെടാത്ത ഈ വിശാലമായ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന സക്കീർ മാസ്റ്റർ, നമ്മുടെ സഹോദരനായ സക്കീർ മാസ്റ്ററുടെ പിതാവ് സൈനുദ്ദീൻ സാഹിബ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പേരെടുത്ത് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്. സഹോദരന്മാരെ, നമുക്കിനിയും ഒന്നിച്ചുകൂടാം. ഒന്നിച്ചുകൂടുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ, ഈ സത്യത്തെ ഏറ്റെടുക്കാൻ, ഇതിനെ വാനോളം ഉയർത്താനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള കരുത്തും ഊർജവും നേടി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തിരിച്ചു പോകുക. സർവശക്തൻ വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞതുപോലെ അല്ലാഹു നമ്മുടെ മാർഗത്തിൽ തീർച്ചയായും സംരക്ഷകനായി ഉണ്ട്. അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥി ലക്ഷങ്ങൾ അണിനിരക്കുന്ന നമ്മുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാം ഏവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല നമ്മുടെ അതിഥിയായി ഇപ്പോൾ നമ്മുടെ കൂടെ സമ്മേളന വേദിയിലുണ്ട്. എന്തുകൊണ്ടും ശ്രദ്ധേയമായ നമ്മുടെ സമ്മേളനത്തെ സന്ദർശിക്കുവാനും നമ്മൾ അഭിസംബോധന ചെയ്യുവാനും നേതാക്കൾ കാണിക്കുന്ന മഹാമനസ്കതയെ നന്ദിയോടെ നമ്മൾ സ്മരിക്കുകയാണ്. ഈ സമ്മേളനം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് വീക്ഷിക്കുന്നതോടൊപ്പം ലോകത്തിന്റെ 36 രാഷ്ട്രങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പ്രൊജക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ച് ചെറിയ ചെറിയ സമ്മേളനങ്ങൾ അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സമ്മേളനത്തോടൊപ്പം അണിചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
6 ലക്ഷത്തോളം പേർ ഇന്നത്തെ ദിവസം മാത്രം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയും ലൈവായി നമ്മുടെ സമ്മേളനം ശ്രവിക്കുകയും ചെയ്തതായി IT വിംഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമയം വളരെ പരിമിതമായതുകൊണ്ട് നാം നമ്മുടെ പൊടുന്നനെയുള്ള നമ്മുടെ ഷെഡ്യൂളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിന് അതിഥിയായി എത്തിയിട്ടുള്ള ബഹുമാനായ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ സംസാരം ഇവിടെ നടക്കുന്നു. അതിന്റെ മുമ്പ് പ്രസ്ഥാന ബന്ധുവും നമ്മുടെ സമ്മേളനത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ HR ട്രെയിനറായിട്ടുള്ള ബഹുമാനായ KMA ഷാഫി മേത്തർ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ഷാഫി മേത്തർ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കേരള മുസ്ലിം സമുദായത്തിലെ മതേതരത്വത്തിന്റെ ഏറ്റവും ശക്തമായ ശബ്ദത്തിന്റെ ഉടമകളായ MSMന്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അള്ളാഹുവിന് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇതിന് എന്നെ ക്ഷണിച്ച സംഘാടകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അറേബ്യയിൽ നിന്നും ചൈനയിൽ പോയിട്ടാണെങ്കിൽ കൂടിയും അറിവ് നേടണമെന്നും തേടണമെന്നും നിർദ്ദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നമ്മുടെ നാട്ടിൽ ഇന്ന് അറിവ് നേടുന്നതിലും തേടുന്നതിലും പുറകിലാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇതിന് നമുക്ക് നമ്മുടെ സമുദായത്തിന് പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരുകളെയും കുറ്റപ്പെടുത്താൻ ഉള്ള ഒരു വാസന ഉണ്ടാകാവുന്നതാണെങ്കിലും ഈ സ്ഥിതിവിശേഷത്തിന് ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി നമ്മുടെ സമുദായത്തിന്റെ പേരിൽ അക്രമങ്ങളും അതിക്രമങ്ങളും നടത്തുന്ന ഒരു പറ്റം വ്യക്തികളുടെ തെറ്റായ നടപടികൾ കൊണ്ട് ഈ നമ്മുടെ സമുദായത്തിനുണ്ടാകുന്ന ദുഷ്പേര് എന്നുള്ള ഒരു വെല്ലുവിളിയുണ്ട്. ഈ വെല്ലുവിളി നേരിടുവാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെറ്റായിട്ടുള്ള പ്രവണതകൾ വളർത്തുവാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തി നമ്മുടെ നാടിന്റെ ഐക്യവും അഖണ്ഡതയും നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനേക്കാളും ഉത്തരവാദിത്വത്തോടെ നമ്മൾ നിർവഹിക്കും എന്ന പ്രതിജ്ഞ പുതുക്കുന്നതിനോടൊപ്പം തന്നെ അത് സമൂഹം അറിയുന്ന രീതിയിൽ പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുകയും വേണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മതേതരത്വത്തിന്റെ കാവൽഭടന്മാരായി മുസ്ലിം സമുദായത്തിൽ നേതൃത്വം നൽകുന്ന MSM ഈ രീതിയിൽ അറിവ് നേടുന്നതിനും തേടുന്നതിനും തെറ്റായ പ്രവണതകൾക്കെതിരെ അത് എതിർക്കുവാനും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. KPCCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അജയ് തറയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷരെ, പ്രിയ സഹോദരന്മാരെ, 40 പതിറ്റാണ്ട് പിന്നിട്ട MSM സംഘടിപ്പിക്കുന്ന ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാൻ മാത്രമാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തെ വൈജ്ഞാനിക മണ്ഡലത്തിൽ എത്ര തന്നെ ഉയർന്നുപോയാലും ധാർമ്മികത കൈവിടാതെ അവരെ സംരക്ഷിക്കാനും ജീവിതഗന്ധിയായ വിഷയങ്ങളിൽ സ്നേഹവാത്സല്യത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ വരും തലമുറയുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ പുതിയ ചിന്തകൾ കൊടുക്കാൻ ഈ സമ്മേളനങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ
പ്രിയങ്കരനായ സി എ പി അബ്ദുള്ള ഖാദർ മൗലവി, MSMന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സി എം സാബിർ നവാസ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ മുഹമ്മദ് ഷഹീർ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി MLA, ശ്രീ അജയ് ത്രയിൽ, ശ്രീ ഷാഫി മേത്തർ, ഈ വേദിയിലും സദസ്സിലുമുള്ള MSMന്റെ പ്രിയങ്കരായ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, MSMന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വം കൊടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനം. KPCC പ്രസിഡന്റായിരുന്ന മഹാനായ അബ്ദുറഹിമാൻ സാഹിബും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മഹാനായ മൊയ്തു മൗലവി സാഹിബ് അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ പ്രവർത്തന മേഖലയായിരുന്നു ഇത് എന്നുള്ളത് ഞാനിവിടെ ആദരപൂർവ്വം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിൽ കാലോചിതമായ മാറ്റങ്ങൾക്ക് വേണ്ടി, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് ശ്രീ അബ്ദുള്ള കോയ മദനിയുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതേ ലക്ഷ്യങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിനും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സമ്മേളനം തന്നെ അറിവ് സമാധാനത്തിന് വേണ്ടി എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. അറിവ് ഇന്ന് അസമാധാനത്തിനും യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിവ് മനുഷ്യനെ നന്മയിലേക്കാണ് നയിക്കേണ്ടത്, സമാധാനത്തിലേക്കാണ് നയിക്കേണ്ടത്. മനുഷ്യൻ പ്രാകൃത യുഗത്തിലല്ല ജീവിക്കുന്നത്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അനിതര സാധാരണമായ വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രാകൃത യുഗങ്ങളിൽ മനുഷ്യൻ കലാപത്തിന് നേതൃത്വം കൊടുത്താൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പ്രാകൃത കാലഘട്ടങ്ങളിൽ മനുഷ്യനെ കൊന്നൊടുക്കിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം മൃഗങ്ങളെ പോലെ ജീവിക്കുകയും മൃഗങ്ങളെ പോലെ കഴിയുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ വിദ്യാസമ്പന്നനാണ്. മനുഷ്യൻ ശാസ്ത്രത്തിന്റെ വളർച്ച നേടിയിട്ടുള്ളവരാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിദ്യാഭ്യാസത്തിന്റെയും മഹത്തായ ഗുണഫലങ്ങൾ അനുഭവിച്ച മനുഷ്യൻ പ്രാകൃത യുഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാത്തവനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ഇനി ഈ ലോകത്ത് അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യൻ അതിനുശേഷം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കല്ലും മരവുമായിരിക്കുമെന്ന്. നമുക്ക് അസമാധാനത്തിന്റെ പാതയിലൂടെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. മാനവരാശി ആഗ്രഹിക്കുന്ന സമാധാനപരമായ സഹവർത്തിത്വമാണ്. അറിവ് ഇന്ന് മനുഷ്യനെ യുദ്ധങ്ങളിലേക്കും കലാപങ്ങളിലേക്കും തീവ്രവാദത്തിലേക്കുമൊക്കെ നയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ടു മനസ്സിലാക്കണം.
ഭൂമിയിൽ മാത്രമല്ല